ഹായ് ഓൾ, നിങ്ങളെല്ലാവരും 10ാം ക്ലാസ്സിലോട്ട് പ്രവേശിച്ചിരിക്കുകയാണ്. 10ാം ക്ലാസ്സിൽ പ്രവേശിക്കുന്ന നിങ്ങൾ വളരെ കൺഫ്യൂഷൻ ആയിരിക്കും. SLC ഞങ്ങൾ IT എന്തിനാണ് പഠിക്കുന്നത്, IT വെറും A+ വേണ്ടി മാത്രമാണെന്നുള്ള കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടായിരിക്കാം. അതിനുള്ളൊരു ഉത്തരമാണ് ഈ ഒരു വീഡിയോ. കാരണം ഈ ഒരു ചാപ്റ്റേഴ്സ് SLC ITയിൽ ചാപ്റ്റേഴ്സ് എങ്ങനെയൊക്കെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് തന്നെയാണ്. നമുക്ക് ആ ചാപ്റ്റേഴ്സിൻ്റെ ഓരോന്നിൻ്റെയും ഡിസ്ക്രിപ്ഷൻസ് നോക്കാം. ആദ്യ ചാപ്റ്റർ തന്നെ എന്താണ്? ദ വേൾഡ് ഓഫ് ഡിസൈനിങ്. വേൾഡ് ഓഫ് ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഒരു ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ കംപ്ലീറ്റ്ലി പഠിക്കുന്ന ഒരു ചാപ്റ്റർ തന്നെ എന്താ ഈ വേൾഡ് ഓഫ് ഡിസൈനിങ്. ഏതാണ് സോഫ്റ്റ്വെയർ? ഇങ്ക്സ്കേപ്പ്. ഇങ്ക്സ്കേപ്പ് നമുക്ക് ഫ്രീലി ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ്. ഇത് ലിനക്സിൽ അവൈലബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബേസിക് ആയിട്ടുള്ള എല്ലാ എഡിറ്റിങ്ങും പഠിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ് എന്താ ഇങ്ക്സ്കേപ്പ്. അത് കംപ്ലീറ്റ്ലി പഠിക്കുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് ഫസ്റ്റ് ചാപ്റ്റർ. ഇനി സെക്കൻഡ് ചാപ്റ്ററിൽ വരികയാണെങ്കിൽ സെക്കൻഡ് ചാപ്റ്റർ ആണ് പബ്ലിഷിംഗ്. പബ്ലിഷിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഓഫീസ് ജോബിൽ പോവുകയാണെങ്കിൽ വളരെ ആവശ്യമുള്ളൊരു കാര്യം തന്നെയാണ് ഒരു ഡോക്യുമെൻ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ ഡിസൈൻ ചെയ്യാം, അതിനെങ്ങനെ ഫോർമാറ്റ് ചെയ്യാം എന്നുള്ള ബേസിക് കാര്യങ്ങൾ അല്ലേ. അപ്പോൾ അത് കംപ്ലീറ്റ്ലി പഠിക്കുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് എന്താ പബ്ലിഷിംഗ് ചാപ്റ്റർ. ഇനി തേർഡ് ചാപ്റ്ററിലോട്ട് വരികയാണ് ദ അട്രാക്റ്റീവ് വെബ് ഡിസൈനിങ്. അട്രാക്റ്റീവ് വെബ് ഡിസൈനിങ് എന്ന് പറയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു വെബ് പേജ് ഡെവലപ്പ് ചെയ്യുകയാണ്. ഒരു വെബ് പേജ് ഡെവലപ്പ് ചെയ്യാറിനാൽ മാത്രമേ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ അറിയാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു വെബ് പേജ് ഡിസൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന വെബ് ഡെവലപ്പ് ലാംഗ്വേജ് ആണെന്ത് HTML. അപ്പോൾ ഇത് HTML ബേസിക് ടാഗ്സുകൾ, HTML എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു ബേസിക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണെന്ത് അട്രാക്റ്റീവ് വെബ് ഡിസൈനിങ്. ഇനി അടുത്ത ചാപ്റ്ററിൽ വരികയാണെങ്കിൽ പൈത്തൺ ഗ്രാഫിക്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പൈത്തൺ ഇസ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അഥവാ വേൾഡ് മോസ്റ്റ് പോപ്പുലർ ആയിട്ട് റാങ്കിങ്ങിൽ ഫസ്റ്റ് നിൽക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ. ആ പൈത്തൻ്റെ ഒരു ബേസിക് കാര്യങ്ങൾ ഈ ഒരു ചെറിയ പ്രായത്തിലെ പഠിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ബേസിക് കാര്യങ്ങൾ എങ്ങനെ ഒരു പൈത്തൺ പ്രോഗ്രാം ചെയ്യാം, ആ ഐഡിയയിൽ എങ്ങനെ നമുക്ക് എടുക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് പറയുന്ന ഒരു ചാപ്റ്റർ തന്നെ എന്ത് പൈത്തൺ ഗ്രാഫിക്സ്. നെക്സ്റ്റ് ചാപ്റ്റർ ആണ് നെറ്റ്വർക്കിംഗ്. നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് പല കമ്പനീസിലും ആവശ്യമുള്ള ഒരു കാര്യം തന്നെ നെറ്റ്വർക്കിംഗ്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു നെറ്റ്വർക്ക് ഡിസൈൻ ചെയ്യാം, ടോപ്പോളജീസ് ഒക്കെ പലതരത്തിലുള്ള പ്രോട്ടോകോൾസ്, TCP/ICP, FTP പ്രോട്ടോകോൾസ്, അങ്ങനെ പലതരത്തിലുള്ള പ്രോട്ടോകോൾസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ ഡിസൈൻ ചെയ്യാം, അല്ലെങ്കിൽ അതൊക്കെ എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിൻ്റെ വിശദമായിട്ടുള്ള ഒരു തിയററ്റിക്കലി പറയുന്ന ഒരു ചാപ്റ്റർ എന്താ നെറ്റ്വർക്കിംഗ്. ഇനി ആറാമത്തെ ചാപ്റ്ററിൽ കിടക്കുകയാണെങ്കിൽ ചാപ്റ്ററിൻ്റെ പേരാണ് മാപ്പ് റീഡിംഗ്. മാപ്പ് റീഡിംഗ് ചാപ്റ്ററിൽ ഉൾക്കൊള്ളുന്ന എന്തൊക്കെയാണ്? നമുക്കൊരു ജിയോഗ്രഫിക്കലുള്ള ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് കണ്ടുപിടിക്കുക, അഥവാ നമുക്ക് എന്താണ് ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എല്ലാം പഠിക്കാൻ കംപ്ലീറ്റ്ലി നമുക്ക് പഠിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ് നമ്മൾ ആ ചാപ്റ്ററിൽ പഠിക്കുന്നത്. നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് വരികയാണെങ്കിൽ നെക്സ്റ്റ് ചാപ്റ്ററാണ് ദ വർക്കിംഗ് ഓഫ് ദി ഇന്റർനെറ്റ്. ഒരു ഇൻ്റർനെറ്റിൻ്റെ ഹിസ്റ്ററീസ്, ഓക്കെ, അതിൻ്റെ കുറേ ടേംസുകൾ, എന്താണ് ആർപ്പാനെറ്റ്, എന്താണ് വൈഫൈ, എന്താണ് സോഷ്യൽ മീഡിയാസ്, എന്താണ് ഇ ബാങ്കിങ്. അപ്പോൾ അങ്ങനെ കുറേ ഇൻ്റർനെറ്റ് റിലേറ്റഡ് കുറേ ടേംസുകളെല്ലാം കംപ്ലീറ്റ്ലി പഠിക്കുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് ദ ഇൻ്റർനെറ്റ്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് ദ ഡേറ്റാബേസിൻ്റെ ഇൻട്രൊഡക്ഷൻ. ആ ഡേറ്റാബേസ് എന്ന് പറയുന്നത് നമ്മൾ പല വെബ്സൈറ്റ്സിൽ നമ്മൾ കയറാറില്ല. ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റാഗ്രാമിൽ കയറുമ്പോൾ നിങ്ങളെല്ലാവരും യൂസർ ഐഡിയും പാസ്വേഡും ഒക്കെയാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു യൂസർ ഐഡിയും പാസ്വേഡും നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ യൂസർ ഐഡിയും പാസ്വേഡും ഒരു വെബ് പേജ് ആയിക്കോട്ടെ, ആപ്ലിക്കേഷൻസ് ആയിക്കോട്ടെ, എവിടെയാണെങ്കിലും അത് സ്റ്റോർ ചെയ്യുന്ന ബാക്ക് എൻഡിൽ എവിടെയായിരിക്കും? അതൊരു ഡേറ്റാബേസിലായിരിക്കും. അപ്പോൾ ആ ഡേറ്റാബേസിനെ കുറിച്ച് കംപ്ലീറ്റ്ലി ഒരു കംപ്ലീറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ബേസിക് ഐഡിയ തരുന്ന ഒരു ചാപ്റ്റർ ആണ് എന്താ ഡേറ്റാബേസ് ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. നെക്സ്റ്റ് ചാപ്റ്റർ ആണ് മൂവിംഗ് ഇമേജസ്. മൂവിംഗ് ഇമേജ് പറയുന്നത് കംപ്ലീറ്റ് ആനിമേഷൻ ആണ്. ഒരു 2D ആനിമേഷൻ വീഡിയോസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് പഠിക്കുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് എന്താ മൂവിംഗ് ഇമേജസ്. നെക്സ്റ്റ് ചാപ്റ്റർ, ലാസ്റ്റ് ചാപ്റ്റർ വരികയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അഥവാ OS എന്ന് പറഞ്ഞെങ്കിൽ എല്ലാവരും ഒരു ഫോണിൽ ഒരു ആൻഡ്രോയിഡ് OS ഉപയോഗിക്കുന്നതാണ് അല്ലേ. ആൻഡ്രോയിഡ് OS, വിൻഡോസ് OS. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിക് കാര്യങ്ങൾ ഒരിക്കലും OSനെ വെച്ച് കംപ്ലീറ്റ്ലി പഠിക്കുന്നതല്ല, ഒരു ബേസിക് കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായിട്ട് പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണെന്ത് ലാസ്റ്റ് ചാപ്റ്റർ OS എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി തിയറി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ എക്സ്പ്ലെയിൻ ചെയ്ത ചാപ്റ്റേഴ്സിലാണെങ്കിൽ 7 ചാപ്റ്റേഴ്സിൽ നിന്ന് പ്രാക്ടിക്കൽ ഉണ്ട്, ബാക്കിയുള്ള തിയറി ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് A+ മാത്രമല്ല ലക്ഷ്യം. ഈ ചാപ്റ്റേഴ്സ് എല്ലാം, ഈ ഓരോ ചാപ്റ്റേഴ്സ് എല്ലാം നമുക്ക് ഫ്യൂച്ചറിൽ ആവശ്യമുള്ള വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് തന്നെ, പ്രധാനപ്പെട്ട അധ്യായങ്ങളാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, അതുപോലെ തന്നെ ഈ ചാപ്റ്റേഴ്സ് ആ ഒരു ഇമ്പോർട്ടൻസ് കണ്ടിട്ട് നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് എല്ലാം പഠിക്കാനുള്ള ഫുൾ സപ്പോർട്ട് എന്താണ് സൈലം ഉണ്ട്, അതിൻ്റെ കൂടെ എന്താണ് ഞാനും ഉണ്ട്.